ഹായ്, വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റാണ്. 10 മിനിറ്റ് കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഗോതമ്പ് പത്തൽ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടെന്ന് നോക്കാം. ഞാൻ 1 കപ്പ് വീറ്റ് ഫ്ലവർ എടുത്തിട്ടുണ്ട്, ആട്ട. പിന്നെ ഒരു വെല്ലുള്ളി ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില 2 കൊളുന്ത്, 2 പച്ചമുളക്, പിന്നെ 1 കപ്പ് തേങ്ങ. ഇത്രയും സാധനം എടുത്ത് വയ്ക്കുക. എന്നിട്ട് പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഓരോന്നായിട്ട് ചേർക്കുക. ആദ്യം നമ്മൾ ഉള്ളി ചേർത്തു, പിന്നെ കറിവേപ്പില ചേർത്തു, പിന്നെ പച്ചമുളക് ചേർത്തു, പിന്നെ തേങ്ങ ചേർത്തു. എന്നിട്ട് നന്നായി കൈ കൊണ്ട് തിരുമ്മി യോജിപ്പിക്കുക. അപ്പം കൈ കൊണ്ട് ഇപ്പം യോജിപ്പിക്കുമ്പം ഉള്ളിൽ നിന്നുള്ള വെള്ളം അതിലേക്ക് ഇറങ്ങും, കുറച്ച് വെറ്റാവും. നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക. എന്നിട്ട് നല്ല രീതിയിൽ വെള്ളം ഒഴിക്കുക. കുഴങ്ങനെ ആവരുത്, ഭയങ്കര ലൂസാവരുത്, എന്നാലും ലൂസായിരിക്കണം, അധികം ടൈറ്റ് ആവാനും പാടില്ല. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നല്ല തീരെ ടൈറ്റ് ആവാൻ പാടില്ല, എന്നാൽ ലൂസായിരിക്കണം. ഒരു കുഴങ്ങനെയുള്ള ടെക്സ്ചറായിരിക്കണം. നമ്മുടെ അടയുടെ ആ ഒരു ടെക്സ്ചർ പോലെ വെറ്റായിരിക്കണം, തീരെ ടൈറ്റ് ആവാനും പാടില്ല, എന്നാൽ കുഴങ്ങനെ വേണം. എന്നിട്ട് ഒരു കല്ല് ചൂടാക്കുക, പാൻ ചൂടാക്കുക. എന്നിട്ട് ഒന്ന് എണ്ണ തടവുക. എന്നിട്ട് കൈ വെള്ളത്തിൽ മുക്കിയിട്ട് എന്നിട്ട് ആ മാവ് എടുക്കുക കയ്യിലേക്ക്, ഇല്ലേ പറ്റി പിടിക്കും. കൈ നല്ല വെള്ളത്തിൽ മുക്കിയിട്ട് എന്നിട്ട് മാവ് എടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് പരത്തിയെടുക്കുക. കൈയോടെ തന്നെ കൈ വെള്ളത്തിൽ മുക്കിയിട്ട് എന്നിട്ട് പരത്തിയിട്ടെടുക്കുക. ഇത് മീഡിയം ഫ്ലെയിമിൽ അത് കുക്ക് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റാണ്. ഇതിന് കറിയൊന്നും പ്രത്യേകിച്ച് വേണ്ട, വെറുങ്ങനെ കഴിക്കാനും പറ്റും. ഇത് ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാനും പറ്റും. നല്ല എരിവുള്ള മീൻകറീൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് പിന്നെ സൈഡിൽ കുറച്ച് എണ്ണ ഒഴിക്കുക 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം. ഇത് വീണ്ടും ഒരു 10 മിനിറ്റ് ഇതാക്കുക, ചൂടാക്കുക. ഇത് മറിച്ചിടുക. വീണ്ടും ബ്രൗൺ സ്പോട്ട്സ് വരുന്നവരെ കുക്ക് ചെയ്ത് എടുക്കുക മറ്റേ ഭാഗം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ ഗോതമ്പ് പത്തൽ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്തൊക്കെ. വളരെ എളുപ്പമാണ്, രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, നല്ല ഫില്ലിങ്ങുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ. അപ്പം പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. Thank you for watching. Thank you again.